ഉണ്ടാക്കുന്നത് ഉഴുന്നപ്പമാണ്. അതിന് വേണ്ട മെയിൻ സാധനം ഉഴുന്ന്. ഇത് കഴുകി വറുത്ത് പൊടിക്കണം. നല്ല തീയിൽ ഇത് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ വരണം, അതുവരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് പൊടിക്കണം. വറുത്ത് പൊടിച്ചത്. ഇനി അതിലേക്ക് അരിപ്പൊടി വറുത്ത് പൊടിച്ചത് 3 കപ്പ്. നല്ലതായിട്ട് വറുത്തതല്ല, ചെറുതായിട്ട് ചൂടാക്കിയ അരിപ്പൊടിയാണ്. പാകത്തിന് ഉപ്പ്. ഇത് വെള്ളം ഒഴിച്ച്, തണുത്ത വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. ഇത്രയും വെള്ളം ഒഴിച്ച് ഈ പാകത്തിന് കുഴച്ചെടുക്കണം. ഇനി ഈ മാവിലേക്ക് തേങ്ങ കൊത്ത് വറുത്തതും ചെറിയ ഉള്ളി വറുത്തതും ചേർക്കണം. ഇത് വറക്കാൻ പോവാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് വേണം വറക്കാൻ. തേങ്ങ വറുത്ത് കോരിയെടുക്കണം. ആ എണ്ണയിലേക്ക് തന്നെ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് മൂപ്പിക്കണം. ഉള്ളി ഈ പാകമാകുമ്പോൾ പൊരിയെടുക്കണം. കടുക് മൂക്കുന്ന പാകമാണ്. ഉള്ളി വറുത്തതും തേങ്ങ വറുത്തതും ഇട്ട് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ഇതിരിക്കും തോറും കുറുകിക്കൊണ്ടിരിക്കുവാണ്. ഇനിയും വെള്ളം വേണം. ഇതിലേക്ക് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് ഇളക്കണം. അതിലേക്ക് ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർക്കണം. ഇതിലേക്ക് വെളുത്തുള്ളിയും ജീരകവും അരച്ചത് ചേർക്കണം. നല്ല ചൂടായ ദോശക്കല്ലിൽ നമ്മൾ ഉള്ളിയും തേങ്ങായും മൂപ്പിച്ച ആ വെളിച്ചെണ്ണയിൽ വേണം ഇതുണ്ടാക്കാൻ. നെയ്യ് ഇട്ടും ഉണ്ടാക്കാം. നല്ല കട്ടിയായിട്ട് വേണം ഉണ്ടാക്കാൻ. ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. മറിച്ചിടുന്നതിന് മുമ്പായിട്ട് കുറച്ച് നെയ്യ് തൂവി കൊടുക്കണം. ഇത് മറിച്ചിടാം. ഇതിപ്പം നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതെടുക്കാം.